അതെ, ഇപ്പൊ എന്നോട് മറിയാമ്മ ചോദിച്ചേ, മൂത്ത മകളാണേ. ചോദിച്ചു, അമ്മ അവിടെ നിന്ന് പറഞ്ഞില്ലേ, ആ, നേരം ധാരാളം കശുമാവ് കഴിച്ചിട്ടില്ലേ, അതൊന്നും പറഞ്ഞു തരുമല്ലോ. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ കുഞ്ഞുനാളിലത്തെ കാര്യങ്ങളൊക്കെ കുറേ ഓർത്തെ. അപ്പം എന്നാ അത് തന്നെ നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ. വളരെ മനോഹരമായൊരു ദിവസം, അതേപോലെ തന്നെ എൻ്റെയും മനോഹരമായ ദിവസങ്ങളായിരുന്നു എൻ്റെയും കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നത്. പറയുകയാണെങ്കിൽ എനിക്ക് 7 വയസ്സിലൊക്കെ കാര്യം തൊട്ടേ ഞാൻ അത്ര ഓർക്കുന്നുള്ളൂ കേട്ടോ. അതിന് മുന്നേ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അമ്മ ശോഭ, പപ്പ ചന്ദ്രൻ. പക്ഷേ ഇവര് എനിക്ക് 7 വയസ്സുള്ളപ്പോൾ, എനിക്കൊരു അനിയനും കൂടി ഉണ്ട് കേട്ടോ, ഉല്ലാസ് എന്ന പേര്. അപ്പോൾ എനിക്ക് 7 വയസ്സുള്ളപ്പോൾ അമ്മ ആത്മഹത്യ ചെയ്തു. പപ്പ ഞങ്ങളെ അതിന് മുന്നേ ഉപേക്ഷിച്ചിട്ട് പോയായിരുന്നു. ഏറെ താമസിക്കാതെ അമ്മ ആത്മഹത്യ ചെയ്തു. അങ്ങനെ അമ്മ പാലൂട്ടിയ ദിവസങ്ങളോ അല്ലെങ്കിൽ അമ്മ എന്നെ കുളിപ്പിച്ചതോ ഭക്ഷണം വാരി തന്നതോ അങ്ങനെയൊക്കെ നല്ല നല്ല ഓർമ്മകളൊന്നും എൻ്റെ മെമ്മറീസിലില്ല. എന്നാൽ വലുപ്പിന് എന്നെ താലോലിച്ചതും എനിക്ക് ഭക്ഷണം വാരി തന്നതും, എന്നെ വിളിച്ചുകൊണ്ടിരുന്നു പൊന്നീന്നാ. പപ്പ പൊന്നീന്നല്ലാതെ വേറൊരു വേർഡ് പപ്പ എന്നെ വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. പപ്പ എന്ന് പറഞ്ഞാൽ അമ്മയുടെ പപ്പയാണ് കേട്ടോ. ഇപ്പോഴും ഉണ്ട്, പപ്പയ്ക്ക് കണ്ണ് കാണത്തില്ല, ഇപ്പോഴും ഉണ്ട് കണ്ണിരിപ്പിള്ളിയിൽ. അപ്പം പൊന്നീന്ന് മാത്രമേ വിളിക്കുള്ളായിരുന്നു. ഈ ചില സമയങ്ങളിൽ ഞാൻ തനിച്ചിരുന്നിങ്ങനെ തന്നെ സംസാരിക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ പഴയ കാര്യങ്ങളിങ്ങനെ ഓർക്കും. അപ്പം ഈ പൊന്നീന്ന് വിളിച്ചൊക്കെ ഇങ്ങനെ ചെവിയിലേക്ക് കേൾക്കുമ്പോഴത്തേക്ക് അറിയാതെ കണ്ടൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് ഇടയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ടോ? ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഇങ്ങനെയായിരുന്നു. അപ്പം അമ്മയും പപ്പയും നഷ്ടപ്പെട്ട മക്കളായിട്ടാണ് വല്യപ്പൻ്റെയും വല്യമ്മയുടെയും കൂട്ടത്തിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പല കാര്യങ്ങളിലും വല്യപ്പനോടും വല്യമ്മയോടും ചേർന്ന് നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ തന്നെ ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദരിദ്രമായ ഒരു കുടുംബമായിരുന്നു. അപ്പം ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടും ദരിദ്രമായിട്ട് ദിവസത്തിൽ ഒരു നേരമൊക്കെ ഭക്ഷണം ഉണ്ടാവുള്ളൂ. അത് കഴിച്ചിട്ട് വേണം അന്നത്തെ ദിവസങ്ങളിൽ. അപ്പം ഇഷ്ടംപോലെ സമയമുണ്ട് സ്കൂളിലൊക്കെ പോയിട്ട് ചാടി മറിയാനായിട്ടും അക്ക് കളിക്കാനായിട്ടും ഒക്കെ പോകാറുണ്ട്. സ്ഥിരം കളിയായിരുന്നു അക്ക് കളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിളിത്തട്ട് കളി, അക്ക് കളി. പിന്നെന്തുവാ, പിന്നെ അവിടെ ഒരു പുളിമരമുണ്ട്. ആ പുളിമരത്തിന് വണ്ടേ കയറും. കുറച്ച് ഞങ്ങൾക്ക് കയറാൻ പാകത്തിനുള്ള ഒരു ചായ്വുണ്ട്. അപ്പോൾ ആ ചായ്വിൽ ഒരു ബ്രാഞ്ച് വന്ന് ഇപ്പുണ്ട്. അപ്പം അതിൽ കയറിയിട്ട് തലകുത്തി മറിയായിരുന്നു എൻ്റെ പ്രധാന ഹോബി. ഒരു തവണ ഞാനിങ്ങനെ ചാടി മറിഞ്ഞ സമയത്തുണ്ടല്ലോ, അവിടുന്ന് ഇങ്ങനെ എന്താണെന്ന് പറയുക, ഈ കുരങ്ങന്മാരുടെ അതേ തനി സ്വഭാവമാണ്. അപ്പോൾ ഈ കാല് രണ്ടും വെള്ളമിട്ടിട്ട് എന്നിട്ട് താഴേക്ക് കിടക്കും. എന്നിട്ട് അവിടെ കിടന്നിട്ട് ഇങ്ങനെ ആടും. ഭയങ്കര രസമായിരുന്നു, എനിക്കത് ഭയങ്കര ഇഷ്ടം. ഒരു സാടി കാല് വിട്ടുപോയി നേരെ തലയും കുത്തി തല ചെന്നിട്ട് ഒരൊറ്റയില് അവിടെ ഒരു കുഞ്ഞു കല്ലുണ്ടായിരുന്നു. ആ കല്ലിലിടിച്ച് 2 സ്റ്റിച്ചിനുള്ള ഗീറല ഉണ്ടായിരുന്നു. ഓടി അവിടെ കിടന്ന് കാറി. അമ്മയൊക്കെ ഓടി വന്ന് എന്നെ എടുത്തുകൊണ്ട് പോയി. അവിടെ എന്നീവറീസ് എന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ കാര്യം ഭയങ്കര രസമാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ഒരു അന്ന് ഹോസ്പിറ്റലല്ല, ഈ ചേട്ടൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കമ്പൗണ്ടറായിട്ട് നിന്നിട്ട് ഒരു ഹോസ്പിറ്റൽ പോലെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ആളുടെ അടുത്ത് ചെന്നിട്ട് എന്ത് ചെയ്തു, സ്റ്റിച്ചിട്ടു, ഇതൊക്കെ ഇട്ടു. അന്നത്തെ കാലത്ത് അതൊക്കെ ഭയങ്കര രസം. അതൊക്കെ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ 2 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഇനി എന്നോട് ചോദിച്ചു, ചാടാൻ പോവോ? ഇല്ല. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്നെ ചെയ്യും, ഞാൻ ഓടിപ്പോയി ഒക്കെ കളിക്കും, ഇതിൻ്റെ മണ്ടേ കയറും. അത് പിന്നെ തലം കുത്തി ആടാനായിട്ട് ചെറിയൊരു മടി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും വീണ്ടും കയറി ആടും. കാരണം അത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതാണല്ലോ. അങ്ങനെ അമ്മ വഴക്ക് പറയും, എന്നാലും പിന്നെ പോയി ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ എന്നാ ചെയ്യുന്നത്? അവര് എന്നെ ചെയ്യുക, ഇപ്പം മൊബൈൽ എടുക്കുക, നോക്കിക്കൊണ്ടിരിക്കുക, നല്ല നല്ല കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ സ്കൈപ്പ് ചെയ്ത് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണല്ലേ. പക്ഷെ പണ്ടൊക്കെ അമ്മ ഇങ്ങനെ ഓടിപ്പോയി കളിച്ച് ഇതേപോലുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ ചാടി നടന്ന് ഒക്കെ ആയിരുന്നു. അപ്പം അതാണ് അമ്മയുടെ കുട്ടിക്കാലത്തുണ്ടായ കാര്യങ്ങൾ. അമ്മ പിന്നെ ഒത്തിരി സ്ട്രഗിൾ ചെയ്താ കേട്ടോ വളർന്നത്. അങ്ങനെ കളിച്ച് നടക്കുന്ന ഒരു സംഭവം ഉണ്ടെങ്കിലും അമ്മയ്ക്ക് വേറൊരു സൈഡിൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നതിനെക്കാട്ടിൽ സങ്കടകരമായ ഒരു അവസ്ഥയും കൂടി ഉണ്ടായിരുന്നു. അതമ്മ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ.